ഭൂമിയിലെ ഏറ്റവും തണുപ്പേറിയ കാറ്റടിക്കുന്ന വരണ്ട പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: അന്റാർട്ടിക്ക. താപനില -80 വരെ താഴുന്ന ഇവിടുത്തെ മഞ്ഞുമലകൾക്കിടയിൽ ജീവൻ നിലനിൽക്കുക അസാധ്യമാണെന്ന് നാം കരുതും. എന്നാൽ പ്രകൃതി വീണ്ടും നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. ഈ കൊടും തണുപ്പിലും ചില ജീവികൾ ഇവിടെ തഴച്ചു വളരുന്നുണ്ട്. അന്റാർട്ടിക്കയിലെ മരവിപ്പിക്കുന്ന സമുദ്രത്തിനടിയിലേക്ക് നമുക്കൊന്ന് നോക്കാം. സാധാരണ മത്സ്യങ്ങളുടെ രക്തം ഈ തണുപ്പിൽ ഐസായി മാറേണ്ടതാണ്. എന്നാൽ അന്റാർട്ടിക് ഐസ് ഫിഷ് അങ്ങനെയല്ല. ഇവയുടെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ ഇല്ല. പകരം ശരീരത്തിൽ ഐസ് കട്ട പിടിക്കുന്നത് തടയുന്ന പ്രത്യേകതരം ആൻറ്റി ഫ്രീസ് പ്രോട്ടീനുകൾ ഇവയുടെ രക്തത്തിലുണ്ട്. ഇനി കരയിലെ അത്ഭുതങ്ങളിലേക്ക് വരാം. കൊടും തണുപ്പുള്ള ഈ മരുഭൂമിയിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ചില സൂക്ഷ്മജീവികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ടാർഡിഗ്രേഡ്സ് അഥവാ വാട്ടർ ബെയറുകൾ. ചുറ്റുപാടും മരവിച്ചു തുടങ്ങുമ്പോൾ ഇവ സ്വന്തം ശരീരത്തിലെ ജലാംശം പൂർണ്ണമായും കളഞ്ഞ് ജീവന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നു. ഇതിനെ ക്രിപ്റ്റോബയോസിസ് എന്നാണ് വിളിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ചൂടുള്ള വെള്ളം ലഭിക്കുമ്പോൾ ഇവ വീണ്ടും ഉണർന്നെഴുന്നേൽക്കും. കൊടും തണുപ്പിനെ കൂട്ടം ചേർന്ന് പ്രതിരോധിക്കുന്ന എംപറർ പെൻഗ്വിനുകൾ ഇവിടുത്തെ മറ്റൊരു കാഴ്ചയാണ്. പരസ്പരം ചൂട് പകരാൻ അവർ ഒരു വലിയ വൃത്തമായി നിൽക്കുന്നു. മരവിപ്പിക്കുന്ന തണുപ്പായാലും ജീവൻ അതിൻ്റെതായ അതിജീവന വഴികൾ കണ്ടെത്തുമെന്ന് അന്റാർട്ടിക്കയിലെ ഈ ജീവജാലങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നു. പ്രകൃതിയുടെ ഈ പോരാട്ട വീര്യം ശരിക്കും അവിശ്വസനീയമാണ്.